ഇത് കാണുമ്പോ ടൊയോട്ടന്റെ ആൾട്ടീസ് പോലെ ഉണ്ടല്ലേ, ഒരു ആഡംബര കാറ്, ഷവർലൈറ്റിന്റെ വണ്ടിയാണ്. എങ്ങനെയാണ് ഇത് കാര്യങ്ങള്? ഇത് ഷവർലൈറ്റിന്റെ ക്രൂസ് പറഞ്ഞ വാഹനമാണ്. ഓക്കെ. സൺറൂഫ് കാര്യങ്ങൾ വരെ ഇതിനുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ സെറ്റപ്പുള്ള വണ്ടിയാണ്. ആ സമയത്തൊക്കെ വലിയ ആഡംബര കാറാണ്. ഷവർലൈറ്റിന്റെ ക്രൂസ് എന്ന് പറയുമ്പോ ഞാനോ ഇങ്ങനെ നോക്കലുണ്ട്. ഏകദേശം ഒരു കുട്ടി ബസ്സിന്റെ നീളമുണ്ട്. അതെ അതെ, ചെറിയ ബസ്സിന്റെ നല്ല നീളമുണ്ട്. എത്ര ഇത് പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതില്? 11 വണ്ടി ഇവിടെ ഒക്കൂലല്ലോ. അല്ല അങ്ങനല്ല, ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പുതിയത് അടുത്ത വർഷം വരെ ഉണ്ടല്ലേ. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമ്മള് 2.35 വെക്കണം. 2.20 കൊടുക്കാം. 2.20 കൊടുക്കാം. ഒരു സത്യം പറഞ്ഞാല് നിങ്ങള് ഇന്നലെ വിളിക്കുമ്പോ ഞാൻ നെട്ടിപ്പോയി. ഞാൻ ഒരു 2 ആഴ്ച മുമ്പല്ലേ വീഡിയോ ചെയ്ത് പോയത്. ഞാൻ വിചാരിച്ചു മൂപ്പര് എന്താ പിന്നെ എടുക്കാൻ വേണ്ടി ചോദിക്കുന്നത്. അപ്പോ ഇന്നലെ ഞാൻ വരുമ്പോ നിങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം ഇവിടെ നോക്കാൻ വേണ്ടി വന്നതാണ്. ആദ്യം നോക്കുമ്പോ ഒക്കെ പുതിയ സ്റ്റോക്കാണ് കയറിയിട്ടുള്ളത്. എന്ത് സംഭവം? നല്ല കച്ചവടമായിക്കണല്ലേ? കച്ചവടം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ട് കുറച്ചൊക്കെ പോയി. അല്ലാതെ കുറെ പോയിട്ടുണ്ടാവും. അല്ലാതെ ഇത്രയും ഒരുപാട് വണ്ടികള് പോവില്ലല്ലോ. പിന്നെ കുറെ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഒക്കെ സാധാരണക്കാരെ കാറുകളാണ്, ചെറുവണ്ടികള്. അതായത് 3 ലക്ഷത്തിന്റെ ഉള്ളില് ഒരുപാട് വണ്ടികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോ ഞാൻ ഇന്ന് ഉള്ളത് മുജീബ് ഖാന്റെ സൺറൈസ് യൂസ്ഡ് കാർ ഷോറൂമിലാണ്. മുജീബ് ഖാൻ, എന്തൊക്കെയുണ്ട് കാര്യങ്ങള്? എന്താ അൽഹംദുലില്ലാഹ്. മാക്സിമം എത്ര വണ്ടികൾ ഉണ്ടാവും? മാക്സിമം ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ 35 വണ്ടി ഉണ്ട്. ഉണ്ടല്ലേ? എന്തായാലും 2 വീഡിയോ ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഈ ഒരു വീഡിയോയില് എല്ലാ വണ്ടി പിടിക്കൂല. അപ്പൊ കുറച്ച് വണ്ടികൾ അടുത്ത വീഡിയോ 2ാമത്തെ എപ്പിസോഡായിട്ട് കാണിച്ചു കൊടുക്കാം. പിന്നെ മാക്സിമം ഫുള്ളി ലോണിൽ കൊടുക്കാൻ പറ്റിയ കുറെ വണ്ടികൾ അല്ല. ഈ സാധാരണക്കാരൊക്കെ ഈ 0 ഡൗൺ പേയ്മെന്റില് വണ്ടി എടുത്തിട്ട് പിന്നെ മാസം പണിയൊക്കെ എടുത്തിട്ട് അടക്കാന്നുള്ള അങ്ങനത്തെ ഒക്കെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്തായാലും ഒരു കാർ എടുക്കണം എന്നുള്ള പൂതി എല്ലാവർക്കും ഉണ്ടാവും അല്ല. പിന്നെ നിങ്ങൾ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യണ്ടോ? ഏത് വണ്ടി എക്സ്ചേഞ്ച് ചെയ്യും. ഈ ബൈക്കൊക്കെ കൊണ്ടുവന്നാലും എക്സ്ചേഞ്ച് ചെയ്യും എല്ലാം. ഏത് വണ്ടി തന്നെ. ഓക്കെ. ബൈക്കൊക്കെ കൊണ്ടുവന്നാലും എക്സ്ചേഞ്ച് ചെയ്യും. അതായത് അതിന്റേതായിട്ടുള്ള വിലക്ക് കിട്ടുന്നതാ. അതിന്റേതായിട്ട് വിലക്ക്. ചിലവര് ഈ ചില വണ്ടികളൊക്കെ വിളിച്ചിട്ട് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഏറെ പറയാം. നമ്മളെ പൂളാക്കണ മാതിരി അവസ്ഥ. നിങ്ങൾക്ക് ബൈക്കിന്റെ ഒന്നും വില കറക്റ്റ് അറിയില്ല? ബൈക്കിന്റെ ഒക്കെ അറിയും. ബൈക്കിന്റെതെല്ലാം പറഞ്ഞത്. ഇപ്പോ 2011 12 ഇന്നോവ ആണെങ്കിലും അതിനൊക്കെ കിട്ടാത്ത വില ചോദിച്ചിട്ട് ആൾക്കാർ എക്സ്ചേഞ്ച് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് നടക്കൂല. നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു വിലയാണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം ഏത് വണ്ടി. ഓക്കെ. അപ്പോ ഇത് കറക്റ്റ് എങ്ങനെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്? പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരിന്ന് കാലിക്കറ്റ് റോഡ്, കോഴിക്കോട് റോഡ്. ഓക്കെ. കോഴിക്കോട് റോഡിന് വരുമ്പോൾ 3.5 കിലോമീറ്റർ. ഓക്കെ. നമ്മളെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ അമൃത വിദ്യാലയം. സ്കൂളിന്റെ മുമ്പിലാണ്. സ്കൂളിന്റെ മുമ്പിലാണ്. പിന്നെ ഏകദേശം ആളുകൾക്ക് നിങ്ങളെ അറിയാം. സൺറൈസ് എന്ന് പറഞ്ഞാല് കൂടുതൽ അതായത് നിങ്ങളെ വീട് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. നമ്മള് പിന്നെ ഒന്നാമത് കൂടുതൽ പൊലിപ്പിച്ച് പറ്റിയണ പരിപാടിയൊന്നും ഇല്ല. നമുക്ക് നല്ലത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. കൊറേ വണ്ടിനെ പറ്റി പൊലിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെ അതെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിൽ നമ്പർ ഉണ്ട് മുജീബ് ഖാന്റെ, അതിൽ വിളിച്ചാൽ മതി. ലൊക്കേഷന് ഒക്കെ അയച്ചു തരും വാട്സപ്പ് ആയിട്ട്. ഇനി വെള്ളാമ്പുറം ബൈക്ക് വരികയാണെങ്കിൽ ഒരു 5 കിലോമീറ്റർ. നമ്മൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആരെങ്കിലും വിളിച്ചല്ലെങ്കിൽ വാട്സപ്പില് ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ നേരെ വണ്ടിയിലേക്ക് പോകാം. ഇവിടെ മുജീബ് ഖാന്റെ യാർഡിൽ ഇതുവരെ കാണാത്ത ഒരു വാഹനമാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. നിസാന്റെ മൈക്ര, ഒരു ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം 20 മേലെ മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. ഇത്യോസിനും ഇതിനാണ് മൈലേജ് കൂടുതൽ. 25 ഒക്കെ കിട്ടുന്ന ആൾക്കാർ. നല്ല കോസ്റ്റ്ലി ഒരു ചെമ്പ് പോലത്തെ അലോയ്സ് ഒക്കെ കയറ്റിയിരിക്കണം. 35,000 രൂപ അലവിൽ. എത്ര വണ്ണം ഉണ്ട് കേട്ടോ ഈ അലോയ്സ്. 35,000 രൂപ അലവിൽ നോക്കിയിട്ടൊന്നല്ല, അങ്ങോട്ട് കൊടുക്കുന്നേ. പിന്നെ 360 ക്യാമറ, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ക്യാമറ. ഈ വണ്ടിന്റെ സീറ്റോട് ക്യാമറ 360 ക്യാമറ ആണ്. ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും എക്സ്ട്രാ കയറ്റിനാ? വേറെ പിന്നെ അടിയിലൊക്കെ ക്യാമറ. ഇത് മോഡൽ എങ്ങനെ വരുന്നത്? 2016 മോഡൽ. 16 ആണ്. ഓപ്ഷന് റീ ആട്ടോ വണ്ടി. ഇത് റീ വണ്ടിയാണ്. ഓക്കെ. നമ്പർ മാറി വണ്ടി അല്ലേ? ഓക്കെ. എത്ര കൊടുക്കരുത്? ഇത് നമ്മൾ 3.25 ചോദിക്കുന്നുണ്ട്. 2.95 കൊടുക്കാം. 2.95 കൊടുക്കാം. 2016 ഡീസൽ വണ്ടിയാണ്. 2.95 എന്ന് പറയുന്നതിന് ആർക്കും നഷ്ടം വരില്ല കേട്ടോ. അലവിയിൽ തന്നെയാണ് 10-15 കാര്യങ്ങൾ. ഈ 360 ക്യാമറ ഫിറ്റാക്കണമെങ്കിൽ എത്ര ചാർജ് അറിയില്ല. 10-20 ഉറുപ്പിക വരും. അതെ. അപ്പോ എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വാഹനമാണ്. ഒരു ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് കേട്ടോ. മൈലേജ് ആണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. 25 കിലോമീറ്റർ. അതെ. ചിലപ്പോ ഈ അലോയ്സ് കയറ്റിക്കൊണ്ട് ചിലപ്പോ കുറയാനുള്ള സാധ്യത ഉണ്ട്. നല്ല വീതി ഉണ്ടല്ലോ. 2 കിലോമീറ്റർ ഒക്കെ കുറയുള്ളൂ. ഓക്കെ. അപ്പൊ 2.95 ലാസ്റ്റ് കൊടുക്കൂല? കൊടുക്കുക നമുക്ക്. ആള് നേരത്തെ ഇതിനൊക്കെ 3.25 മാർക്കറ്റ് ഉണ്ട്. നമ്മൾ 2.95 കൊടുക്കുകയാണ്. ചെക്കന്മാരൊക്കെ വന്ന് നോക്കിക്കോ.
ഇവിടെ ഡസ്റ്റർ നോക്കല്ലേ, എങ്ങനെയാണ് ഇത് 2013 മോഡല്. 2013 മോഡലാണ്. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? വണ്ടി ഓട്ടം വളരെ കമ്മിയാണ്. ഇങ്ങനത്തെ ഡസ്റ്റർ കിട്ടൂല. 87,000 കിലോമീറ്റർ ഓടി. എത്രയാണ്? 87,000 കിലോമീറ്റർ. 87,000 ഓടിയിട്ടുണ്ട് അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഇത് 85 ആകുന്ന 85. അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടും അല്ലേ? ഓക്കെ. വേറെ പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. എത്ര ആസ്ക്? ഇത് നമ്മള് 360 ചോദിക്കുന്നത്. 360. 2013 ഡസ്റ്റർ ആണ്. 360 ചോദിക്കുന്നത്. നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. 360 ആണ് ചോദിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല അലൈവില് കാര്യങ്ങളൊക്കെ നല്ല മട്ടം പോലെ ചെയ്തിരിക്കുന്നത്. അല്ലേ? ഉള്ളിൽ നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വൃത്തിയിലുണ്ട്. ഓക്കെ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ ഒരു റിഡ്സ് കാർ നോക്കാം. ഇത് ഡീസൽ വണ്ടിയല്ല? ഇത് പെട്രോൾ വണ്ടിയാണ് തന്നെ. ഇവിടെയൊക്കെ ഏകദേശം വണ്ടി റിഡ്സ് ഡീസൽ ആണ് ആയിരുന്നല്ലോ. ഇത് പെട്രോൾ. എത്ര മോഡലായിട്ട്? 2011 മോഡൽ. 2011 മോഡലാണ്. ഓപ്ഷൻ പെട്രോൾ. അല്ല, അത് ആക്സിഡന്റ് ഒന്നുമില്ല. എത്ര കൊടുക്കാം? ഇത് നമ്മള് 210 ചോദിക്കണേ. 190 നോക്കാം. 190 കൊടുക്കാം. 2011 വണ്ടി 190 നോക്കാം. 190 എവിടുന്ന് കിട്ടൂല. പെട്രോൾ വണ്ടി. വിളിച്ചോ. ഒരു നിസാൻ സണ്ണിയാണ് കേട്ടോ. ഇത് ഡീസലാ പെട്രോളാ? ഡീസൽ വണ്ടിയല്ല. ഓക്കെ. അത്യാവശ്യം മൈലേജ് നല്ല മൈലേജ് കിട്ടും. ഇത് മോഡൽ എത്ര? ഇത് മോഡല് 2012 മോഡല്. 12 മോഡലാണ്. ഓപ്ഷൻ എക്സൽ ആണ്. പരിക്ക് റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 260. 245 കൊടുക്കാം. 245 ലാസ്റ്റ് കൊടുക്കാം. ഇനി ഇവിടെ വന്നാൽ എന്തെങ്കിലും ചെറിയ ചില്ലറ നമുക്ക് പൊട്ടിച്ചു. ഫസ്റ്റ് ലാസ്റ്റ് സാധാരണ എല്ലാവരും ഫസ്റ്റ് റേറ്റ് ആണ് പറയല്. ഇവിടെ ഫസ്റ്റും പറയും ലാസ്റ്റും പറയും. ഓക്കെ. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ടവേര. എങ്ങനെയാണ് മോഡല്? ഇത് 2006 മോഡല്. 2006 ടവേര. പുതിയ ടാക്സ്, പുതിയ റിന്യൂവൽ. വണ്ടി എന്ത് പാട്? വണ്ടി നല്ല വണ്ടിയല്ലേ? ഞങ്ങള് നോക്കുകയാണെങ്കിൽ എന്താ വണ്ടി നിലവിൽ നല്ല കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല വണ്ടി. 2012 വൃത്തിയില്ലേ വണ്ടി? പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിയില്ല, ക്ലീൻ പീസ് വണ്ടി. ഒരു പെട്ടി പീസാണ്. എത്ര കൊടുക്കാം? 1.45 വെക്കണം നമ്മള്. 1.60 കൊടുക്കാം. 1.60 കൊടുക്കാം. നഷ്ടം വരൂല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആട്ടത്. ഒരു ഓണറാണ്. ഒരു ഓണർ. 2006 ഒരു ഓണർ. ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള സ്വിഫ്റ്റ് കാർ അല്ലേ? ഇത് എങ്ങനെയാണ് മോഡല്? ഇത് 2013 മോഡല്. 13 ഡീസൽ വണ്ടി. ഡീസൽ. ഓപ്ഷൻ വീഡിയോ അല്ല? ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? ഇത് 1.18 ഓട്ടം. എന്തുപാട്? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. സെക്കൻഡ് ഓണറാണ്. റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടി കേട്ടോ. മെക്കാനിക് പരമായിട്ട് ഫിറ്റാണ്. ഫിറ്റാണ്. ഒന്നും നോക്കാനില്ല. എണ്ണടിച്ച ഓടാ. എത്ര ഇത് ആസ്ക്? ഇത് നമ്മള് 3.45 ചോദിക്കുന്നത്. 3.45 ചോദിക്കുന്നുണ്ട്. 3.55 കൊടുക്കും. 3.55 ലാസ്റ്റ് കൊടുക്കും. 2013 ഡീസൽ വണ്ടിയാണ് കേട്ടോ. വേറെ തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഒന്നുമില്ല. നല്ല ക്ലീൻ വണ്ടി. ഈ വൈറ്റിന്റെ അതേ കോലുള്ള ഒരു വണ്ടി, ഒരു സിൽവർ കളർ അല്ല? സെയിം കാണാൻ രണ്ടും ഒരേ ലുക്കിലാണ് ഉള്ളത്. ഉള്ളിൽ നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കട്ടുള്ള ടയർ ഉണ്ട്. ഇതെങ്ങനെയാണ് മോഡൽ? ഇത് 2012 ലാസ്റ്റ് മോഡൽ. 12 മോഡലാണ് അല്ല? ലാസ്റ്റ് ആണ്. എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? വണ്ടി ഒന്നിന്റെ മേലെ എന്തോ ചില്ലറ ഓടിയിട്ടുണ്ടല്ലേ? റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യം ഒന്നുമില്ല. സെക്കൻഡ് ഓണർ വണ്ടി. പരിക്കില്ലാത്ത വണ്ടിയാണ്. പരിക്കില്ലാത്ത വണ്ടി. ഓക്കെ. എത്ര കൊടുക്കാം ഇത്? നമ്മൾ 1.60 ചോദിക്കണത്. 1.45 കൊടുക്കാം. 45 കൊടുക്കാം. അതിന്റെ താഴത്ത് പോവോ? അതിന്റെ താഴത്ത് പോവില്ല. ഇത് 1.30 1.25 ലോണിന് കിട്ടും. ഈ മെക്കാനിക് പരമായിട്ട് എന്തൊക്കെ ചെയ്യാനൊന്നുമില്ല. ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. ഈ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. 1.45 മൂപ്പര് തരാന്ന് പറയുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇയോൺ എങ്ങനെയാണ് മോഡൽ? ഇത് 2015 മോഡൽ. 2015 മോഡലാണ്. ഓക്കെ. മോഡൽ കൂടിയ വണ്ടി അല്ലേ? എങ്ങനെയാണ് ഈ ഓട്ടം കാര്യങ്ങളൊക്കെ? ഓട്ടം ഒന്നിന്റെ താഴെ ഓടിയിട്ടുള്ളൂ. അത്ര ഉണ്ടാവില്ല. വണ്ടി എന്തുപാട്? മെക്കാനിക്കൽ പരമായിട്ട് മെക്കാനിക്കലൊക്കെ സാധാരണ കാണാൻ തന്നെ. അല്ല, വണ്ടി കാണാൻ നല്ല വൃത്തിയില്ലേ?
ഈ ഓണർഷിപ്പ് ഒക്കെ എത്ര ഉണ്ടാവും? ഓണർഷിപ്പ് 2-3 ആയിട്ടുണ്ടല്ലോ. മെക്കാനിക് പരമായിട്ട് ഒന്നുമില്ല. ഇപ്പൊ 2-3 ആകാത്ത ഓണർഷിപ്പിലെ വണ്ടി കിട്ടാനല്ലേ. ഓണർഷിപ്പ് ഒക്കെ എടുത്തു പോകുന്നു പറയുന്നു. ഇത് ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഇറാ പ്ലസ് ആയിരുന്നു. ഇറാ പ്ലസ് ആണല്ലേ. എത്ര കൊടുക്ക? ഇത് നമുക്ക് ലാസ്റ്റ് വില, ലാസ്റ്റ് അല്ല നമ്മൾ ചോദിക്കണം 1.85 1.85 ചോദിക്കുന്നുണ്ട്. 1.70 കൊടുക്കാം നമുക്ക്. 1.70 കൊടുക്കാം. 2015 എറ പ്ലസ് ആണ്. 1.85 1.70 കൊടുക്കാം. 1.85 നമ്മൾ ചോദ്യം, 1.70 കൊടുക്കാം. ലോണൊക്കെ കിട്ടുമോ ഇതിന്? ലോൺ കിട്ടൂല. ലോൺ 1.5 ലോൺ കിട്ടൂല. ഓക്കെ, അപ്പൊ ബാണം വിളിച്ചോ. നമ്പർ ഫാൻസി നമ്പറാണ്. ഏതാ നമ്പർ അല്ലേ? 3366. ഒരു സിയാദാണ്, ഒരു സെഡാൻ വാഹനമാണ്, ഡീസലാണ്. കാര്യങ്ങൾ ഇത് 2015 മോഡല്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ZDA പ്ലസ്. 15 ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ZDA പ്ലസ് ആണ്. ബട്ടർ സ്റ്റാർട്ട് അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ ഉണ്ടോ ഇതില്? ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. ആൻഡ്രോയിഡ് സിസ്റ്റം, ടച്ച് സ്ക്രീൻ ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇത് പിന്നെ എത്ര ഓടിണ്ട വണ്ടി? ഇത് വണ്ടി ഒന്നിന്റെ മേലെ 1.30-1.35 അങ്ങനെ ഓടിണ്ടല്ലോ. ഒറിജിനൽ കേരള വണ്ടിയാണ്. റീപ്ലേസ് ഉണ്ടെങ്കിലും ഒരു റീപ്ലേസും ഇല്ല. സെക്കൻഡ് ഓണർ വണ്ടി. ഒരു കസ്റ്റമറിനെ വിശ്വസിച്ച് എടുക്കാൻ പറ്റില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. മാക്സിമം ലോൺ കിട്ടും. മാക്സിമം ഫുള്ളി ലോണിൽ ചെയ്യാനും പറ്റും. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ഓക്കെ, ഉള്ളിൽ നല്ല ക്വാളിറ്റി ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടിലെ ടയർ ഉണ്ട്. വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇത് എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5.25 നമ്മൾ ചോദിക്കുന്നത്. 5.25 ചോദിക്കുന്നത്. ഒരു 4.85 കൊടുക്കാം. 4.85 കൊടുക്കാം. അതും 2015 ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസൽ ZDA പ്ലസ് അല്ലേ? ZDA പ്ലസ്. എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വാഹനമാണ്. ചെറിയൊരു XUV ടൈപ്പിൽ ഇറങ്ങുന്ന വാഹനം. അതെ, മാക്സിമം 10-20 മേലെ മൈലേജും കിട്ടും. ലോങ് ഡ്രൈവ് ആണെങ്കിൽ കിട്ടും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇത് കാണുമ്പോ ടൊയോട്ടന്റെ ആൾട്ടീസ് പോലെ ഉണ്ടല്ലേ? ഒരു ആഡംബര കാറ്, ഷവർലൈറ്റിന്റെ വണ്ടിയാണ്. എങ്ങനെയാണ് ഇത് കാര്യങ്ങള്? ഇത് ഷവർലൈറ്റിന്റെ ക്രൂസ് പറഞ്ഞ വാഹനമാണ്. ഓക്കെ, സൺറൂഫ് കാര്യങ്ങൾ വരെ ഇതിനുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഫുൾ സെറ്റപ്പ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ബട്ടർ സ്റ്റാർട്ടിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ സെറ്റപ്പ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഇത് മോഡൽ എത്രയാണ്? മോഡൽ 2010-11 റൈസർ. 10 മോഡൽ 11 റൈസർ ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് ആ സമയത്തൊക്കെ വലിയ ആഡംബര കാറാണ്. ഷവർലൈറ്റിന്റെ ക്രൂസ് എന്ന് പറയുമ്പോ ഞാനോ ഇങ്ങനെ നോക്കലുണ്ട്. ഏകദേശം ഒരു കുട്ടി ബസ്സിന്റെ നീളമുണ്ട്. അതെ, ചെറിയ ബസ്സിന്റെ നല്ല നീളമുണ്ട്. എത്ര ഇത് പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതില്? 11 വണ്ടി ഇവിടെ ഒക്കൂലല്ലോ. അല്ല, അങ്ങനല്ല. ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പുതിയത് അടുത്ത വർഷം വരെ ഉണ്ടല്ലേ? ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമ്മള് 2.35 ചോദിക്കണം. 2.20 കൊടുക്കാം. 2.20 കൊടുക്കാം. ഒരു ആഡംബരക്കാർ 2.20 കേട്ടോ. 2.20. ഓക്കെ, ലോൺ കിട്ടും ഇതിന്? ലോണ് ശ്രീരാമ കിട്ടും. ശ്രീരാം ഫിനാൻസ് ഒക്കെ കാലൊക്കെ ലോൺ. ഇതൊക്കെ ചെറിയ ബഡ്ജറ്റ് അല്ലേ? ഇതൊക്കെ ക്യാഷ് കൊണ്ടുവന്നാലും അപ്പൊ നല്ല വണ്ടിയാണ്. ഇഞ്ചനൊക്കെ ഫുൾ സെറ്റ് ആണ്. മെക്കാനിക് പരമായിട്ടൊന്നും നോക്കാനല്ല. ഓക്കെ, ബാണ വിളിച്ചോ. ഇതൊക്കെ കാണുമ്പോ പഴയ വണ്ടി പോലെ തോന്നില്ല കേട്ടോ. അല്ല, നല്ല വൃത്തിയുണ്ട്. ടച്ചപ്പ് ഒന്നും കയറാത്ത വണ്ടിയാണ്. അതെ. എങ്ങനെയാണ് മോഡൽ വരുന്നത്? സിംഗിൾ ഓണർ വണ്ടിയാണ്. 2006 സിംഗിൾ ഓണറാണ്. 2006 സിംഗിൾ ഓണർ. 2006 വണ്ടി സിംഗിൾ ഓണറാണ്. ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. എങ്ങനെയാണ്? LX ആണ്. LX ആണ്. AC ഉണ്ടാവില്ല? AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ആവശ്യമൊന്നും ഇല്ലത്. ചെറു വണ്ടിയല്ലേ. അതെ, ഓട്ടോക്ക് എന്തെങ്കിലും അറിയോ? മീറ്ററിൽ ഓട്ടോ മീറ്ററിൽ ഒന്നിന്റെ മേലെ എന്തോ കുറച്ച് ഓടിയും. എന്താ 2006 ഓടും. കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ. നല്ല കണ്ടീഷൻ. പേപ്പർ പുതിയത് എടുക്കണം. പേപ്പർ റിന്യൂവൽ 29 വരെ ഉണ്ട്. ടാക്സ് അടുത്ത വർഷം ലാസ്റ്റ് വരെ ഉണ്ടല്ലോ. ഓക്കെ, വേറെ മെക്കാനിക് പരമായിട്ട് ഇല്ല. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഒന്നും ചെയ്യാനൊന്നുമില്ല. എടുക്കുന്ന ആൾക്ക് കണ്ണടിക്കാവോടാ. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ്. ടയർ അത്യാവശ്യം 4 പുത്തൻ ടയറാണല്ലേ? പിന്നെ ഉള്ളിൽ നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബോഡി പരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ. സ്ക്രാച്ച് കാര്യങ്ങള് കമ്പനി മോഡൽ തന്നെയാണ് ഇപ്പൊ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? പിന്നെ ഇത് എത്ര നിങ്ങൾ ആസ്ക്? ഇത് നമ്മള് കൊടുക്കണ വില 70 റുപ്യ നമുക്ക് കൊടുക്കാം. ലാസ്റ്റ് 70 റുപ്യ കൊടുക്കാം. 2006 പുതിയ പേപ്പറിൽ കൊടുക്കല. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ. AC ഉള്ള വണ്ടിയാണ്. ഇതിന്റെ വില 70 റുപ്യ. 70 റുപ്യ നിങ്ങൾ ചോദിക്കുന്നത്? 75 നമ്മൾ ചോദിക്കണം. 70 റുപ്യ കൊടുക്കല. ഇമ്മലൊക്കെ 2, 3, 4 കിട്ടുള്ളൂ. ഒരു ആൾട്ടോ K10 നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ്? ഇത് 2010 മോഡലാ. 2010 മോഡൽ LXI. ഓക്കെ, പേപ്പർ. ഇത് നമ്മളെ എഞ്ചിനൊക്കെ K സീരീസ് എഞ്ചിൻ. നമ്മളെ വേഗണർന്നൊക്കെ വരുന്ന എഞ്ചിൻ. K സീരീസ് നല്ല എഞ്ചിനാണ്. ഓക്കെ, പേപ്പർ കാര്യങ്ങളൊക്കെ ഏകദേശം ഈ കൊല്ലം ലാസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇൻക്ലൂഡ് ആക്കി പുതിയത് എടുത്ത് കൊടുക്കൂല. എന്താ 3-4 മാസം ഉണ്ടാവുമ്പോ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാവും. എടുക്കുന്ന ആള് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഫീസൊക്കെ നമ്മൾ അടച്ചു കൊടുക്കും. അപ്പൊ അതിന്റെ ഫീസിന്റെ റേറ്റ് നമുക്ക് തന്നാല്
ഫീസിന്റെ പൈസ നമുക്ക് ഫീസൊക്കെ നമുക്ക് അടക്കാം. ഓരോ പേർക്ക് മാറി ഓരോ ആർ ടി ഓഫീസിൽ തന്നെ കൊണ്ടുപോയിക്കാണ്ട് റിന്യൂവൽ എടുക്കാം. അതിനൊരു പ്രശ്നമില്ല. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ അല്ലേ, ഒരു പണി എടുക്കണ്ട. റിന്യൂവലിന് ഇങ്ങനെ കൊണ്ടുപോയാൽ ഇങ്ങനെ നോക്കിയാ MVD അപ്പൊ ഒപ്പിട്ടരും. ചെയ്യാൻ ഇനി പണിയെടുപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പണിയും ഓൾറെഡി എടുത്തിട്ട് കഴിഞ്ഞു. ഉള്ളുപുറത്തൊക്കെ നോക്കാൻ നല്ല വൃത്തിയുണ്ട്. ഇത് ഓപ്ഷൻ വരുന്നത് ഏതാ? LXi AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. ഓക്കെ. അപ്പോ എത്ര ഇത് നിങ്ങൾ ചോദിക്കുന്നത് വില? ഇത് നമ്മൾ ചോദിക്കണത് 1.35 ആണ്. 1.35 ചോദിക്കുന്നത്. 1.20 കൊടുക്കാം. 1.20 കൊടുക്കാം. ആൾട്ടോ K10 ആണ് കേട്ടോ. 1.20 ലാസ്റ്റ് തരാന്ന് പറയുന്നുണ്ട് മൂപ്പര്. ലോണും ചെയ്യാൻ പറ്റും അല്ലെ? ലോണും ചെയ്യാം. ഓക്കെ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. ഡിസൈർ ആണ്, ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. 2012 മോഡൽ. 12 ഡിസൈർ ആണ്. ഓപ്ഷൻ പിന്നെ ഏതാ? VDI. ഓക്കെ. വണ്ടി എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. മെക്കാനിക്ക് പരമായിട്ട് ഒന്നുമില്ല, ഒന്നും നോക്കാനില്ല അല്ലെ? എത്ര ഇത് ആസ്ക്? ഇത് നമ്മള് 3.35 ഒക്കെ ചോദിക്കണം. നമുക്ക് 3.15 കൊടുക്കാം. 3.15 കൊടുക്കാം. 2012 ഡിസൈർ ആണ്, ഡീസൽ വണ്ടിയാണ്. 3.15 ലാസ്റ്റ് കൊടുക്കും. ലോണൊക്കെ കിട്ടും ഇതിന്? ലോൺ ഇട്ടാ 2.25 വരെ ലോൺ കിട്ടും. ഓക്കെ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. ആൾട്ടോ 800 നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ്? ഇത് 2012 ലാസ്റ്റ് വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ക്വാളിറ്റി വണ്ടിയാ. ഒരു റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. 75,000 ഓടിയിട്ടുള്ളൂ. ആകെ 77 ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഓപ്ഷൻ LXi AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടി. എങ്ങനെയാണ് ഇത്? സ്പോയിലർ ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്പോയിലർ കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ചെയ്യിക്കണം? ഇല്ല. ടയറൊക്കെ അത്യാവശ്യം കട്ടൽ ടയർ. നല്ല ടയർ. എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കണത് 1.25 ചോദിക്കുന്നുണ്ട്. 1.25 ചോദിക്കുന്നുണ്ട്. 1.65 കൊടുക്കാം. 1.65 കൊടുക്കാം. അതിലും എന്തെങ്കിലും ചെറുതായിട്ട് ഒരു 62 കൊടുക്കാം. 62 കൊടുക്കാം. 2012 ലാസ്റ്റ് വണ്ടിയാണ്. 1.62 ലാസ്റ്റ് തരാന്ന് പറയുന്നത്. നോക്കിക്കോട്ടോ. ഈ റിഡ്സ് കാറാണ്, ഡീസൽ വാഹനമാണ്. എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് 2013 മോഡല്, 14 റൈസർ. 14 റൈസർ ഉണ്ട്. ഓപ്ഷൻ പിന്നെ VDI. LDI കമ്പയർ ടു VDI. LDI കമ്പയർ ടു VDIയിലേക്ക് ആക്കിയിട്ടില്ല. ഓക്കെ. എന്തുപാട് വണ്ടിയല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവറൊക്കെ നോക്കി മുത്തുമണി പരിക്കൊന്നുമില്ല. നല്ല വണ്ടി. മുത്തുമണി സീറ്റ് കവർ. സീറ്റ് കവർ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഉള്ളും പുറത്തൊക്കെ നോക്കാനും നല്ല വൃത്തിയുണ്ട് വണ്ടി. വേറെ തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. മെക്കാനിക് പരമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. എണ്ണടിച്ച ഓടാ അല്ല. 2013-14 റൈസനായിട്ടുള്ള വണ്ടിയാണ്. എത്ര ചോദിക്കണേ? ഇത് നമ്മൾ ചോദിക്കണത് 2.85 ചോദിക്കുന്നത്. ഇത് നമുക്ക് 2.65 കൊടുക്കാം. ലാസ്റ്റ് വില കേട്ടോ. 2.65 മോഡല്, 14 റീസർ, കേരള വണ്ടി. 2013-14 റൈസനായിട്ടുള്ള ഡീസൽ വണ്ടിക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് 2.65 ആണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് നോക്കിക്കോട്ടെ. അതും റീപ്ലേസ് ഇല്ലാത്ത, വേറെ ഒരു പരിക്കില്ലാത്ത ഒരു വാഹനമാണ്. വേണമെങ്കിൽ പെട്ടെന്ന് മൂപ്പരെ വിളിച്ചോ. ഒരു റെഡ് കളറിൽ വരുന്ന ഒരു ഐറ്റാണ് ഇത്. മാനുവൽ ഓട്ടോമാറ്റിക്കാ? ഇത് മാനുവൽ ആണ്. നല്ല വൃത്തിയുള്ള വണ്ടിയല്ലേ? നല്ല വൃത്തിയുണ്ട് കാണാൻ. ഇത് എത്ര മോഡലാ? ഇത് 2011 മോഡൽ. 11 ഇത് ഏതാ ഓപ്ഷന്? ഇത് സ്പോർട്സ്. ബാക്ക് വൈപ്പർ, മിററുമേല് ഇൻഡിക്കേറ്റർ മിററിൽ വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ ഉണ്ട് അല്ലേ? ഓക്കെ. ഇതൊക്കെ എത്ര ഓടി ഉണ്ടാവും? ഇത് ഓട്ടോ 1ന്റെ താഴെ ഓടിയുള്ളൂ. 1ന്റെ താഴെ ഓടി. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. തട്ടുമുട്ടൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. നല്ല ക്വാളിറ്റി ഉണ്ട്. അലൈവില് കാര്യങ്ങളൊക്കെ ഉണ്ട്. അലോയ്സ് കാര്യങ്ങളൊക്കെ 10 രൂപ അലൈവില് കാര്യങ്ങളൊക്കെ ഉണ്ട്. കോസ്റ്റ് അലോയ്സ് ആണ്. എത്ര കൊടുക്കാം ഇത്? ഇത് നമ്മൾ ചോദിക്കണം 1.25 ആണ്. 1.25 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. 1.65 കൊടുക്കാം. 60 കൊടുക്കാം. പൊട്ടിച്ചങ്ങോട്ട് കൊടുക്കാൻ. നല്ലൊരു ഹൈ ക്വാളിറ്റി ആൾട്ടോ കാറാണ് ഇവിടെ നിങ്ങളെ കാണിക്കുന്നത്. ഈ വണ്ടിയിലെ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഒരു അലുവ കഷ്ണം പോലത്തെ ഒരു പീസാണ് കേട്ടോ. പഴയ വണ്ടിയാണെങ്കിലും ഒരു പുലിയാണ്. ചിലപ്പോ വില വ്യത്യാസം, ചിലപ്പോ ഒരു 10 രൂപയൊക്കെ മാർക്കറ്റിനേക്കാൾ വില കൂടുതൽ മൂപ്പര് ചോദിക്കും. എന്നിരുന്നാലും വണ്ടി നിങ്ങൾക്ക് കണ്ണിങ്ങനെ ചിമ്മിയിട്ട് എടുക്കാം. അത്രയും നല്ല വണ്ടിയാണ്. എങ്ങനെയാണ് മുജീബ്? ഇത് 2006 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. അടുത്ത കൊല്ലം ലാസ്റ്റിക്ക് റിന്യൂവൽ വരും. ഇത് പവർ സ്റ്റിയറിംഗ് ഉണ്ട്. LXi ആണ് ഓപ്ഷൻ തന്നെ. അതെ. ഓക്കെ. ഇത് നമ്മൾ 90 രൂപയ്ക്ക് ചോദിക്കണം. 85, ഒരു 82 രൂപ കൊടുക്കും. 82 രൂപ കൊടുക്കാം. ഓക്കെ. എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആണ്. മെക്കാനിക് പരമായിട്ട് യാതൊന്നും ചെയ്യാനൊന്നും അല്ല. എണ്ണടിച്ചാ ഓടുക അല്ല. ഏത് ദുനിയാവുക്കും പോകാം. ഇവിടെ ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു അടിച്ചാപ്പളി വണ്ടിയാണ് പരിചയപ്പെടുന്നത്. ഒരു റയർ പീസ് ആണ് കേട്ടോ, ഡീസൽ വണ്ടി. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ ഇതിന് എൻക്വയറി ഉണ്ടായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ വന്ന് മടിക്കുന്നു പറഞ്ഞു. അതെന്താണ്? കുറെ ആൾക്കാർ വന്നൊരു 3 ടീം വന്നിട്ട് ഓലെ എക്സ്ചേഞ്ച് വാഹനം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓല വണ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് വന്ന. ഓക്കെ. ഒരു ടീം കുറ്റ്യാടിന്ന് വന്ന്. ഓല് ബീറ്റ്, നമ്മളെ ഷവർലൈറ്റിന്റെ ബീറ്റ് ആയിട്ട് വന്ന് തന്നെ. ബീറ്റ് ഓല് പറഞ്ഞ വിലക്ക് നമ്മൾ എടുത്താലേ
നമുക്ക് പിന്നെ അത് വേറെ ഒന്നിനും പറ്റില്ല, നമ്മൾ കൊടുക്കാൻ പറ്റൂല. നമ്മൾ കൊണ്ടിറക്കേണ്ടി. അതെ അതെ. ഇത് എങ്ങനെയാണ് മോഡൽ കാര്യങ്ങൾ? ഓല ആരെങ്കിലും പറ്റിച്ചാല് ഓല് 1:35 എടുത്താ ബീറ്റ് തന്നു. 1:35 ദുനിയാവില് ബീറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഇതെങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2010 മോഡല്, പുതിയ റിന്യൂവല്, പുതിയ ടാക്സ്, പുതിയ മോഡലാട്ടോ. അത് ഫോർഡിന്റെ ഐക്കന്റെ പുതിയ മോഡൽ. വണ്ടിന്റെ ഹൈലൈറ്റ് എന്താണ്? ഹൈലൈറ്റ് പറഞ്ഞാല് ഐക്കന്റെ പഴയ മോഡൽ ഇഞ്ചൻ അല്ല ഇതിൽ വരിക. പഴയ മോഡൽ ഇഞ്ചൻ അല്ല ഇതിൽ വരിക, ഇതിൽ പുതിയ മോഡൽ ഇഞ്ചന വരിക. ഇത് ഡീസൽ വാങ്ങാനല്ല. മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഒരു 20-22 എന്തായാലും. അത്ര മൈലേജ് കിട്ടും തന്നെ? അപ്പൊ കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടിയാണ്. ഉള്ളിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എത്ര ഇത് നമ്മള് 1.10 ചോദിക്കണത്? നമുക്കൊരു 90 റുപ്യ നെറ്റ് കിട്ടിയാൽ കൊടുക്കുക. വെറും 90 റുപ്യ കിട്ടിയാൽ ഈ വണ്ടി തരാന്ന് പറയുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടെ. ഒരു ഹൈറ്റൻ ആണ്, മാനുവൽ വണ്ടിയാണ്. എങ്ങനെയാണ് ജീവിക്കാം? ഇത് 2008 മോഡല്. 2008 അല്ലേ? 28 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ. പേപ്പർ 28 വരെ ഉണ്ട്. ഓക്കെ. എന്ത് പാട് വണ്ടി? നിലവിൽ കണ്ടീഷൻ നല്ല വണ്ടി. ഫിറ്റാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു കസ്റ്റമറിനെ വിശ്വസിച്ച് എടുക്കാൻ പറ്റും. ഓക്കെ. ഉള്ളിൽ നല്ല കാണാൻ വൃത്തിയുണ്ട് കേട്ടോ വണ്ടി. ബ്ലാക്ക് കളർ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ബ്ലാക്ക്. എങ്ങനെയാണ് ഇത് നമ്മൾ ചോദിക്കണത്? 1.15 കൊടുക്കണം. 1.15 കൊടുക്കാം. ലാസ്റ്റ് ആണ്. എന്തേലും കുറച്ച് കൊടുക്കാം നമുക്ക്, ആള് വന്നാലേ. ഓക്കെ. അപ്പൊ കാണാൻ വിളിച്ചോ. ഐറ്റൻ ഗ്രാൻഡ് അല്ലേ? ഇതെങ്ങനെയാണ്? ഇത് ഐറ്റൻ ഗ്രാൻഡ് മേഘന 2015 മോഡല്, 16 റേസർ. 15 മോഡല് 16 റേസിനായിട്ടുള്ള വണ്ടി. ഓക്കെ. എത്ര ഓടിയിട്ടുള്ള വണ്ടി? ഇത് ഓട്ടം 1ന്റെ താഴെ ഓടിയിട്ടുള്ളൂ. 1ന്റെ താഴെ ഓടിയില്ല. 82-88. മാനുവൽ വണ്ടി അല്ലേ ഇത്? മാനുവൽ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 3.4 പോണ വണ്ടിയാണ്. നമുക്കൊരു 2.85 കൊടുക്കാം. 2.85 ഈ വണ്ടി കൊടുക്കും. ഫുള്ള് ലോണിൽ കൊടുക്കും. ഫുള്ള് ലോൺ ഇട്ട് കൊടുക്കും തന്നെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. 2015 മോഡൽ 16 റേസറുണ്ട്. മൂപ്പര് 2.85 അല്ലേ ലാസ്റ്റ്? 2.85. ഫുള്ള് ലോണും കിട്ടും. വേണമെങ്കിൽ വിളിച്ചോ. അപ്പോ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാനും മുജീബ് ഖാനെ വിളിച്ചാൽ മതി. മൂപ്പരെ നമ്പർ വീഡിയോന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൂപ്പരെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൂപ്പരെ വാട്സപ്പ് വഴി ആയിട്ട് വോയിസ് വിട്ടാൽ മതി. അപ്പോ അത് നോക്കിയിട്ട് മൂപ്പര് അതിന്റെ റീപ്ലൈ തരും കേട്ടോ. ഓക്കെ. പിന്നെ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള വണ്ടികൾ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരും.